വൈക്കോമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്കിതിൽ പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ളത് RBI, സെബി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ് ഈ RBIയും. ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം RBI എന്താണ്, സെബി എന്താണ്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. RBIനെ പറ്റി പറയുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആണ് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ ഫിനാൻഷ്യൽ ഫ്രെയിംവർക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന RBIയിൽ കൂടെയാണ്. RBI ആണ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. അതിനെ ബാങ്കേഴ്സ് ബാങ്ക് എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുക, അതിന് മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നതും അതിൻ്റെ മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ് ഇന്ത്യയിൽ. ഇപ്പോൾ കറൻസി ഇഷ്യൂ ചെയ്യുന്നതായിരുന്നാലും കറൻസിയുടെ ബാക്കിയുള്ള എന്താണ് ഈ പറഞ്ഞ എല്ലാ റെഗുലേഷൻസ്, റൂൾസ്, റെഗുലേഷൻസ് എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ കൺട്രോളിങ് അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ്, ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ളത്. RBI എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആയത് 1935 നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. It is tasked with regulating and supervising country's banking system to ensure stability and growth. നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിനെയും ഗ്രോത്തിനെയും എൻഷ്വയർ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഫങ്ഷൻസ് ആണ്. അതായത് RBIയുടെ ഫങ്ഷൻസ് ഓഫ് RBI ആണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് മോണിറ്ററി അതോറിറ്റി. മോണിറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിറ്ററി എന്ന് പറയുമ്പോൾ മണി എന്ന് ആലോചിക്കുക. അതായത് മണിയോടുകൂടി അല്ലെങ്കിൽ ക്യാഷോടുകൂടിയുള്ള കാര്യങ്ങൾ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാഷിൻ്റെ കാര്യങ്ങൾ മൊത്തം കൺട്രോളിങ് അതോറിറ്റി എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഈ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. ക്യാഷ് ഇഷ്യൂ ചെയ്യുന്നതും ക്യാഷ് തിരിച്ചെടുക്കുന്നതും അങ്ങനെയുള്ള മൊത്തത്തിലുള്ള കാര്യം. അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് മോണിറ്ററി അതോറിറ്റി. ഫോർമുലേഷൻ ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ഡെവലപ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് മോണിറ്ററി പോളിസി വിത്ത് ഫോക്കസിങ് ഓൺ മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി അലോങ് സൈഡ് എക്കണോമിക് ഗ്രോത്ത്. ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി ഈ മോണിറ്ററി പോളിസീസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നതും, ഇപ്പോൾ ഓരോ നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത്, ഇത്ര നോട്ടുകൾ അച്ചടിച്ചിറക്കണം, അല്ലെങ്കിൽ ഇത്രയാണ് എക്കണോമിക് ഗ്രോത്തിന് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് വരുത്താനുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ ഫോർമുലേറ്റ് ചെയ്യുക. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള എല്ലാ മോണിറ്ററി പോളിസീസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. പിന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം. ഇപ്പോൾ നാട്ടിൽ എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാട്ടിൽ മൊത്തത്തിൽ പൈസ കൂടുതലാണെന്ന് വരുന്ന സാഹചര്യത്തിൽ, അതായത് പണപ്പെരുപ്പം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അത് തിരിച്ചു പിടിക്കാനുള്ള ഓരോ രീതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളത് നോക്കുന്നത് മൊത്തം ആരാണ്? RBI ആണ്. അത് തിരിച്ചു പിടിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതിൽ ക്യാഷ് റിവേഴ്സ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നുള്ളതൊക്കെ വെച്ചിട്ട് ആ ഒരു റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു റേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഒരു ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പൈസകളെല്ലാം, അല്ലെങ്കിൽ ഈ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ പൈസ മാനേജ് ചെയ്യുന്നത്, നാട്ടിലുള്ള പൈസേനെ മാനേജ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഓരോ രീതികളിലൂടെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിൽ ആദ്യത്തെ ആണ് ഏതെന്ന് പറയുന്നത് മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് എ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനെ റെഗുലേറ്റ് ചെയ്യുക. ഓരോ ഇപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് RBI തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യാനും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും ആരാണ്? RBI ആണ്. ഇപ്പോൾ RBI ഇഷ്യൂസ് ലൈസൻസ് ടു ദ ബാങ്ക്. ബാങ്കുകൾ നടത്തുന്നത്, ഇപ്പോൾ ബാങ്കിൽ നമുക്കറിയാം സിമ്പിൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ തന്നെ അവിടെ ലൈസൻസ് വേണം. അപ്പോൾ ബാങ്കിന് വേണമല്ലോ. അപ്പോൾ ആ ഒരു ലൈസൻസ് ബാങ്കിന് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നടപ്പിലാക്കേണ്ട ഫങ്ഷൻസും എല്ലാം കൺട്രോളിങ് അതോറിറ്റി എന്ന് പറയുന്ന ആര് തന്നെയാണ്? RBI ആണ്. സൂപ്പർവിഷൻ to conduct the inspection to ensure banks comply with the regulation. ബാങ്ക്സ് എല്ലാം കറക്റ്റ് ഈ റെഗുലേഷൻ അനുസരിച്ചാണോ നടപ്പിലാക്കുന്നതെന്നും
ആര് എൻഷുർ ചെയ്യും? RBI എൻഷുർ ചെയ്യും. പിന്നെ മാനേജർ ഓഫ് എ ഫോറിൻ എക്സ്ചേഞ്ച്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഫെമ ആക്ട്, ഇങ്ങനെ ഫോറക്സ് മാനേജ്മെന്റ്, ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഉള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കറൻസി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ് നടക്കുമ്പോൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമല്ലേ. അപ്പം അതിൻ്റെ എല്ലാ ഒരു കൺട്രോളും മാനേജിങ് അതോറിറ്റിയും ആരാണ്? ഈ RBI ആണ് നടത്തുന്നത്. അപ്പോൾ അതിൽ മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയാം. പിന്നെ ഇഷ്യൂർ ഓഫ് കറൻസി. ഈ പൈസ ആരാണ് നമുക്ക് പബ്ലിക്കിലോട്ട് എത്തിക്കുന്നത്? RBI ആണ്. അതുകൊണ്ടാണ് RBI ഇഷ്യൂർ ഓഫ് കറൻസി, അല്ലെങ്കിൽ അവരുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കറൻസി മാനേജ്മെന്റ്. ഇത് RBI ആണ് ചെയ്യുന്നത്. പിന്നെ ഡെവലപ്മെന്റൽ റോൾ, അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എൻകറേജസ് ബാങ്ക് ടു റീച്ച് അണ്ടർസർവ്ഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം പ്രൊമോഷൻ ചെയ്യുന്നത്, ഒരു ബാങ്കുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ആര് ചെയ്യുന്നുണ്ട്? RBI ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫങ്ഷനാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത് ത്രൂ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും എല്ലാം ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസ്, ആവശ്യങ്ങളും നടപ്പിലാക്കി കൊടുക്കുന്നത് RBI ആണ്. പിന്നെ റെഗുലേഷൻ ഓഫ് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ബാങ്കിൽ നടത്തുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ഇതെല്ലാം ആര് റെഗുലേറ്റ് ചെയ്ത പോളിസി അനുസരിച്ചാണ്? RBI റെഗുലേറ്റ് ചെയ്ത പോളിസി അനുസരിച്ചാണ് ചെയ്യുന്നത്. എന്തൊരു ട്രാൻസാക്ഷൻസ് നമ്മൾ ഇപ്പോൾ, ഞാൻ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. എന്താണ്? ബാങ്കിൽ നടത്തുന്ന സിമ്പിൾ ഇപ്പം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ക്യാഷ് വിഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ലോണിന് പേയ്മെൻറ്റ് അടയ്ക്കുന്നു, ഇതെല്ലാ കാര്യങ്ങളും RBIയുടെ പോളിസി അനുസരിച്ചാണ് എല്ലാ ബാങ്കും ഫോളോ ചെയ്യുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതായത് ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് എല്ലാ ബാങ്കും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ, ഈ റൂൾസും റെഗുലേഷൻസും അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ കൺസ്യൂമറിൻ്റെ ഭാഗത്തു നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ RBI ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ഫങ്ഷനാണ് അവരെ കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഇമ്പാക്റ്റ് ഓൺ ദ ബാങ്കിങ് സിസ്റ്റം. എന്തൊക്കെയാണ് ബാങ്കിങ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റുകൾ എന്നുള്ളതാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്? അതിൽ ആദ്യത്തെയാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. എസ്റ്റാബ്ലിഷസ് റൂൾസ് ടു എൻഷുർ സ്റ്റെബിലിറ്റി ആൻഡ് മിറ്റിഗേറ്റ് ബാങ്ക് ഫെയിലിയേഴ്സ്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ. ഇപ്പോൾ RBI എന്ന് പറയുമ്പോൾ അവരെന്തായിരുന്നാലും റൂൾസും റെഗുലേഷൻസും അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ റൂൾസും റെഗുലേഷൻസും ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കാം? എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കാം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ റൂൾസും റെഗുലേഷൻസും RBI പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്? RBI റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, ബാങ്കിങ് ഫെയിലിയേഴ്സ് ഒന്നും സംഭവിക്കാതെ, എല്ലാം സ്റ്റേബിളായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്നത്. അടുത്തതാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷൻ. മോണിറ്ററി പോളിസീസ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻഫ്ലേഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, ഇതെല്ലാം മോണിറ്ററി പോളിസിക്കകത്ത് വരുന്നതാണ്. നമ്മൾ നിസ്സാര ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ പോലും അതിനെന്തുണ്ട്? ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലല്ലോ. ഒരു വർഷം തന്നെ ചില സമയം കൂടിയും കുറഞ്ഞും നിൽക്കാം. അത് ഓരോ സമയത്തെയും ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷനും നമ്മളെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുന്നതിന് തന്നെ റിപ്പോ റേറ്റും ക്യാഷ് റിസർവ് റേഷ്യോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് അവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ലോണിനായിരുന്നാലും മറ്റു കാര്യങ്ങളിലെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള രീതിയിൽ ആണെങ്കിലും ഈ റേറ്റുകൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം ഏതിനകത്ത് വരുന്നതാണ്? ഈ മോണിറ്ററി പോളിസി. മോണിറ്ററി എന്ന് പറഞ്ഞാൽ മണി
മോണിറ്ററിയിലെ പേരിലുള്ള പോലെ മണി, അതായത് ക്യാഷ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ക്യാഷ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതിനകത്താണ് പറയുന്നത്? അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷനകത്താണ് പറയുന്നത്. മോണിറ്ററി പോളിസിക്കകത്താണ് പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത സൂപ്പർവിഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. റെഗുലർ ഓഡിറ്റ്സ് മെയിൻറ്റെയിൻ ട്രസ്റ്റ്, എൻകറേജിങ് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. റെഗുലറായിട്ടുള്ള എന്താണ് ഓഡിറ്റുകളും അതിനുള്ള എല്ലാ ചെക്കിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടത്തുകയാണെങ്കിൽ എന്താണ് റിസ്ക് നമുക്ക് ഒരുവിധം കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്യൂച്ചറിലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നല്ലപോലെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സൂപ്പർവിഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റിനകത്ത് പറയുന്നത്. അടുത്ത ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പ്രിവെൻറ്റ് സിസ്റ്റമാറ്റിക് റിസ്ക്, സപ്പോർട്ടിങ് ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത്. നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ആണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്തും നല്ല രീതിക്കായിരിക്കും. നമ്മുടെ എന്നല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ. അതാണ് ഈ RBIയുടെ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസസ് ക്രെഡിറ്റ് കൺട്രോൾ അവൈലബിലിറ്റി ക്രൂഷ്യൽ ഫോർ എക്കണോമിക് സ്റ്റെബിലിറ്റി. ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടം അല്ലേ? അതിനുള്ളൊരു കടം വാങ്ങുന്നതായിരുന്നാലും കൊടുക്കുന്നതായിരുന്നാലും എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ കൊടുക്കുന്നതാണെങ്കിൽ തിരിച്ച് കൊടുക്കാനും, അല്ല കൊടുക്കുന്നതാണെങ്കിൽ തിരിച്ച് വാങ്ങാനും, അതുപോലെ തന്നെ ഇപ്പോൾ കടം വാങ്ങിയതാണെങ്കിൽ അതിനെ തിരിച്ചടയ്ക്കാനും കൃത്യമായിട്ട് സാധിക്കണം. അതിൻ്റെ ഒരു പോക്ക് പോലെ ഇരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ കടം വാങ്ങിച്ച് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ എക്കോണമിയെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കടം കൊടുക്കുന്ന പൈസ തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും അതും ഏതിനെ തന്നെ ബാധിക്കും? നമ്മുടെ എക്കോണമീനെ തന്നെ ബാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് കൺസ്യൂമർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ബിൽഡ് എ ട്രസ്റ്റ് ഇൻ ദ ബാങ്കിങ് സിസ്റ്റം സേഫ്റ്റി ആൻഡ് സൗണ്ട്നെസ്. എല്ലാ ബാങ്കും ഇപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ ബാങ്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസ്യൂമറിന് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അവിടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനും അവിടെ ആയിട്ട് ഇടപെടാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഇപ്പം ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും വീഴ്ചകളൊക്കെ സംഭവിക്കുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ അവിടെ ആരെങ്കിലും പോയി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പോകും? ഒരിക്കലുമില്ല. അതേപോലെ നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്, നല്ല കൺസ്യൂമറിനെ നല്ലപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ബാങ്കുകളാണ്, അതായത് അവരുടെ സർവീസിലൂടെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെ കൂടുതൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാനും അവിടുത്തെ ഓരോ ഇടപാടുകൾ നടത്താനുമായിട്ടും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതാണ് ഈ കൺസ്യൂമർ കോൺഫിഡൻസിനകത്ത് പറയുന്നത്. അടുത്ത ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രൊമോട്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ലൈക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ്. ഇപ്പോൾ പണ്ടത്തെ ബാങ്കിങ് സിസ്റ്റം പോലെയല്ല ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ യുഗമാണ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ടെക്നോളജിയെ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ബാങ്ക് അക്കൗണ്ടൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നതും ഓൺലൈനിൽ കൂടെയൊക്കെ ഫെസിലിറ്റി ഉള്ള ബാങ്കുകളിലൂടെയാണ്. അപ്പോൾ ബാങ്കിങ്ങിൽ ആ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് പിടിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നടപ്പിലാക്കണം അല്ലേ? അതാണ് ഇതിനകത്ത് ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ആർ ബി ഐ ആൻഡ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബാങ്കിങ് സംവിധാനത്തിൽ ഉടനീളം ഒഴുകുന്ന പണവും എളുപ്പത്തിൽ പണവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന മറ്റ് ആസ്തികളും നിലനിർത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സാമ്പത്തിക വ്യവസ്ഥ നിലനിർത്തുന്നതിനും ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും RBI ഫലപ്രദമായ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് നിർണായകമാണ്. ഈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ എന്നുള്ളത് പറയുന്നതാണ് ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് RBI ആൻഡ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് അതിലുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ക്യാഷ് ഫ്ലോയിന് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ സ്റ്റെബിലിറ്റി നല്ല രീതിക്ക് കൊണ്ടുപോകാനും പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ RBI ആൻഡ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് RBI ഈസ്
vital role for smooth functioning of India's financial system. It involves maintaining optimal cash flow to ensure stability and support economic growth. അതായത് എക്കണോമിക് ഗ്രോത്തിൻ്റെയും അല്ലെങ്കിൽ എക്കണോമിയുടെ വളർച്ചയിലും അതിൻ്റെ സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് ആർ ബി ഐയുടെ പ്രാപ്തിയെ പറ്റിയാണ് പറയുന്നത്. ആർ ബി ഐനെ കൊണ്ട് പറ്റുമോ, അതിൻ്റെ ഒരു രീതികളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് മുന്നേറാനായിട്ട്, അല്ലെങ്കിൽ അതിനെ കടക്കാൻ, അതിൻ്റെ ബാധ്യതകളൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള ബാധ്യതകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ക്രൈസിസിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഈ ആർ ബി ഐ ആൻഡ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്. അടുത്ത ആദ്യത്തെ അതിൽ പറയുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതായത് ഫിനാൻഷ്യലി ഉള്ള സ്റ്റെബിലിറ്റി, അഡിക്വേറ്റ് ലിക്വിഡിറ്റി പ്രിവെൻറ്റ്സ് ബാങ്ക് ക്യാഷ് ഷോർട്ടേജ്, അവോയ്ഡ് സിസ്റ്റമാറ്റിക് പാനിക്. ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ എന്തുവാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ എന്താണ്, നമ്മൾ ക്യാഷിൻ്റെ ഷോർട്ടേജ് വരത്തില്ല, പെട്ടെന്ന് നമുക്ക് സിസ്റ്റമാറ്റിക് പറ്റിയുള്ള പാനിക് അവിടെ വരേണ്ട കാര്യമില്ല, അല്ലേ? നമുക്കിപ്പോൾ പൈസയുടെ കുറവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൺട്രി പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പൈസയുടെ ഷോർട്ടേജ് വരും എന്നുള്ളത് നോക്കണ്ട, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എക്കണോമിക് ഗ്രോത്ത്, അതാണ് മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ എക്കോണമിയിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ എഫക്റ്റീവ് മോണിറ്ററി പോളിസി ട്രാൻസ്മിഷൻ, മോണിറ്ററി പോളിസി എഫക്റ്റീവായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എൻഷ്യൂർ ആർ ബി ഐ പോളിസി ചേഞ്ചസ് എഫക്റ്റീവ്ലി സ്റ്റിമുലേറ്റ് ദ എക്കോണമി. മോണിറ്ററി പോളിസി നല്ല രീതിക്ക് നടപ്പിലാക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ എക്കോണമി തന്നെയാണ് ഗ്രോത്ത് ആവുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ടൂൾസ് ഫോർ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. അതിൽ ആദ്യത്താണ് റിപ്പോ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ഷോർട്ട് ടേം ആർ ബി ഐ ലോൺ ടു ബാങ്ക്. ആർ ബി ഐ ലോൺസ് എന്താണ്, ഇത് ഷോർട്ട് ടേം റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ഷോർട്ട് ടേം ആർ ബി ഐ ലോൺ ടു ബാങ്ക്. ആർ ബി ഐ ആർക്ക് കൊടുക്കുകയാണ് ലോണ്? ബാങ്കിന് കൊടുക്കുന്ന റേറ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? റേറ്റ് അറ്റ് വിച്ച് ആർ ബി ഐ അബ്സോർബ്സ് ലിക്വിഡിറ്റി ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്കിൽ നിന്ന് തിരിച്ച് അബ്സോർബ് ചെയ്യുന്ന ലിക്വിഡിറ്റി എത്രയാണോ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടത് അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് അറ്റ് വിച്ച് ആർ ബി ഐ അബ്സോർബ്സ് ലിക്വിഡിറ്റി ബാങ്ക് ഡെപ്പോസിറ്റ് എക്സസ് ഫണ്ട് വിത്ത് ആർ ബി ഐ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രാൻഡ് ലോൺസ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫോർ എ ഷോർട്ട് പീരീഡ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് മേളിൽ ആരാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ആർ ബി ഐ. ആർ ബി ഐ ആർക്കാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു ഷോർട്ട് പീരീഡിലത്തേക്ക് ലോൺ കൊടുക്കുന്ന റേറ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക് ഗ്രാൻഡ് ലോൺ ടു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. കൊമേഴ്ഷ്യൽ ബാങ്ക് ആർക്ക് കൊടുക്കും? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക്, അതായത് ആർ ബി ഐക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, അതായത് ഒ എം ഒ എന്ന് പറഞ്ഞാൽ നിസ്സാരം, എന്താണ്, ബൈയിങ് ഓർ സെല്ലിങ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ടു ലിക്വിഡിറ്റി. ഇതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്ക്സ് മസ്റ്റ് ഹോൾഡ് വിത്ത് ആർ ബി ഐ അഫക്റ്റിംഗ് എ ലെൻഡിങ് കപ്പാസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ആർ ബി ഐയിൽ ആര് സൂക്ഷിക്കണം? കൊമേഴ്ഷ്യൽ ബാങ്ക് സൂക്ഷിക്കണം. അവരുടെ നിന്ന് കിട്ടുന്ന അവരുടെ വരുമാനത്തിനോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിനനുസരിച്ച്, പബ്ലിക്കിൻ്റെ നിന്ന് എടുക്കുന്ന ഡെപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഒരു ഫിക്സഡ് മിനിമം പെർസെൻറ്റേജ് എവിടെ സൂക്ഷിക്കണം? ആർ ബി ഐയിൽ കൊണ്ട് റിസർവ് ചെയ്ത് വെക്കണം. അവിടെ കുറച്ച് നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ആ ഒരു രീതിയിലാണ്, ആ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത എസ് എൽ ആർ. ഇതൊക്കെ കുറച്ച് എന്താണ്, എസ് എ ആയിട്ടല്ല, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എസ് എ ആയിട്ടും ചോദിക്കാം. ടൂൾസ് ഓഫ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് മൊത്തത്തിൽ ചോദിക്കാം.
ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതെന്താണ്? പോർഷൻ ഓഫ് എ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻഫ്ലുവൻസിങ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റീൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു പോർഷൻ ഓഫ് ഡെപ്പോസിറ്റ് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ മൊത്തം ഇപ്പോൾ 5 നോക്കിയത്. ആദ്യം റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇതെല്ലാം ടൂൾസ് ഓഫ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള ടൂൾസുകളാണ് ഈ പറയുന്ന ഓരോന്നും എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ്, നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെബി എന്ന് പറയുന്നത്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ഓർഗനൈസേഷനാണ്. അത് ഫോം ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തൊരു ഫോം ചെയ്തൊരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ഓർഗനൈസേഷനാണ് ഈ സെബി എന്ന് പറയുന്നത്. ഈ സെബി എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സേഫ് ഗാർഡ് ചെയ്യുക. ആരെ സേഫ് ഗാർഡ് ചെയ്യുക? ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി വന്നതാണ്. ഈ ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിൽ അതിൽ ഇൻവെസ്റ്റേഴ്സിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി ഫോം ചെയ്തൊരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ഓർഗനൈസേഷനാണ് ഈ പറയുന്ന സെബി എന്ന് പറയുന്നത്. ഇത് ആദ്യം നിലവിൽ വന്നത്, സെബി ആദ്യം ഫൗണ്ട് ചെയ്തത് 1998 ഏപ്രിൽ 12. പിന്നീട് അതിനെ ലെജിസ്ലേറ്റീവ് സ്റ്റാൻഡിങ്ങിലോട്ട് എത്തിയത് 1992 സെബി. ഇത് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത്, അതായത് 1988 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് സെബി എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലായിരുന്നു, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. പിന്നെ സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന മുംബൈയിലാണ്. SEBI is run by its board of members. The board consists of a chairman and several other whole-time and part-time members. It is under the administrative domain of Ministry of Finance within the Government of India. നമുക്കിനി അതിൻ്റെ റോൾസ് നോക്കാം. റോൾ ഓഫ് സെബി എന്താണ് എന്നുള്ളത്. അതിലാദ്യത്തെയാണ് റെഗുലേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൽ ഉള്ള സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ റെഗുലേഷൻസ് നോക്കുക. മാർക്കറ്റിൻ്റെ റെഗുലേഷൻസ് നോക്കുക എന്ന് പറഞ്ഞാൽ ഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് ആണോ ചെയ്യുന്നത്? ബ്രോക്കേഴ്സൊക്കെ ഇടയിൽ നിന്ന് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് എന്തെങ്കിലും നടപ്പിലാക്കുന്നുണ്ടോ? ഫെയർ ആയിട്ട് തന്നെയാണോ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് ഈ റെഗുലേഷൻസ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ദ മാർക്കറ്റ്. ഒരു ട്രേഡ് നടക്കുമ്പോൾ, സെക്യൂരിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അതിനകത്ത് നടക്കുന്ന പ്രാക്ടീസസ് കൃത്യമായിട്ട് റൂൾസ് പറയും അല്ലെങ്കിൽ റെഗുലേഷൻസ് അനുസരിച്ചാണോ നടപ്പിലാക്കുന്നതെന്ന് നോക്കാൻ ആര് ബാധ്യസ്ഥരാണ്? സെബി ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് ഓഫ് മാർക്കറ്റ്. അതായത് പ്രൊമോട്ടിംഗ് ആൻഡ് മോണിറ്ററിങ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. ഏതൊരു സെക്യൂരിറ്റിയിൽ എന്ത് വേണം? പ്രൊമോഷൻസ് വേണം അല്ലേ? പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഇതിനെ ഒരു ബൈയിങ്ങോ സെല്ലിങ്ങോ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ട്രേഡ് അവിടെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് എഡ്യൂക്കേഷൻ. നമ്മളെല്ലാം ആരായിരുന്നാലും ഒരു സെക്യൂരിറ്റി മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബൈയിങ്ങോ സെല്ലിങ്ങോ ട്രേഡിങ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? മാർക്കറ്റ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. ഇറ്റ് പ്രൊമോട്ട്സ് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നു? ക്ലാസ് ഒക്കെ സെബി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ സെക്യൂരിറ്റീസിനെ പറ്റിയും അതിൻ്റെ ട്രേഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇതിനെപ്പറ്റിയുള്ളത് ആര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? സെബി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നേരിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഓരോ വീഡിയോ ക്ലാസ്സസിലൂടെ ആയിരുന്നാലും അങ്ങനെയുള്ള പല രീതിയിലും ഒരു അവയർനെസ് സെബി കൊടുക്കുന്നുണ്ട്. അടുത്താണ് മാർക്കറ്റ് സൂപ്പർവിഷൻ. മാർക്കറ്റ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാര്യങ്ങൾ അതിനെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ മോണിറ്റർ ചെയ്യുന്നത് ആര് ചെയ്യുന്നു? മോണിറ്റർ ആൻഡ് സർവൈലൻസ് ആര് ചെയ്യുന്നുണ്ട്? സെബി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ്. മൊത്തത്തിൽ ഇറ്റ് എൻഫോഴ്സസ് റൂൾസ് ഫോർ കോർപ്പറേറ്റ് ഗവർണൻസ് എൻഷുറിംഗ് ദാറ്റ് കമ്പനീസ് ഫോളോ ഫെയർ പ്രാക്ടീസസ് ആൻഡ് ഡിസ്ക്ലോസ് റെലവൻറ്റ് ഇൻഫർമേഷൻ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷെയർ മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റി വിൽക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഫെയർ ആയിട്ടുള്ള ചെയ്യുന്നത് ഫെയർ പ്രാക്ടീസസ് ആണെന്നും അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും
എല്ലാം കൃത്യമായിട്ട് ആര് വാച്ച് ചെയ്യണം അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യണം? സെബി മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള റിയാക്ഷനും അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വണ്ണാണ് ഇന്റർമീഡിയറ്ററി രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ. ഇന്റർമീഡിയറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇടനിലക്കാരനല്ലേ. ഇടനിലക്കാരൻ എന്ന് പറയുമ്പോൾ ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, മെർച്ചന്റ് ബാങ്കേഴ്സ്, അതർ ടു എൻഷ്യൂർ ദെയർ അങ്ങനെയുള്ള എല്ലാവരും എവിടെയുണ്ട്? ഇപ്പം നമ്മളൊരു വസ്തു കച്ചവടം ചെയ്യാൻ പോകണമെങ്കിൽ അവിടെയും ഉണ്ട് എന്താണ്? ബ്രോക്കറുണ്ട്. അതുപോലെ തന്നെ ഈ ഷെയർ ട്രേഡിങ്ങിലും ഏതുണ്ട്? അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ചിലും ഏത് വരുന്നുണ്ട്? ആരുണ്ട്? ഒരു ബ്രോക്കേഴ്സ് ഉണ്ട്, ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഇടനിലയിൽ നിൽക്കുന്ന ആൾക്കാർ ഫെയർ പ്രാക്ടീസസ് ആണോ, റൂൾസും റെഗുലേഷൻസും അനുസരിച്ചാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും സെബി മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അവർക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് സെർട്ടൈൻ അവർക്കും ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളും പലതും ഉണ്ട്. അതെല്ലാം അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുത്തിരിക്കണം. പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ചെയ്യാം. പ്രൈമറി മാർക്കറ്റിലും ചെയ്യാം, സെക്കൻഡറി മാർക്കറ്റിലും ചെയ്യാം. പ്രൈമറി മാർക്കറ്റിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അതായത് IPO അനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സെബിയിൽ എന്ത് ചെയ്യേണ്ട? ക്യാപിറ്റൽ ഫോർമേഷൻ റേസ് ചെയ്യേണ്ടത്. മറ്റേതാണെങ്കിൽ എന്താണ്? ഫെയർ പ്രാക്ടീസസിലൂടെ എന്ത് ചെയ്യാം? ട്രേഡിംഗ് നമുക്ക് പൈസ ക്യാപിറ്റൽ ഫോം ചെയ്യാം. ഹാൻഡിലിംഗ് ഇൻവെസ്റ്റേഴ്സ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെബി എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി എന്തെങ്കിലും ഒരു അൺഫെയർ പ്രാക്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇൻവെസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അതിനെ ആരാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ തീർപ്പാക്കി കൊടുക്കേണ്ടത് സെബിയാണ്. അതിന് തീർപ്പാക്കി ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കി ചെയ്തു കൊടുക്കേണ്ടത്. അടുത്ത പോളിസി മേക്കിംഗ്. ഈ സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോളിസീസും, അതിനകത്ത് പോളിസി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് എന്തൊക്കെ ചെയ്തുകൂടാ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്, മൊത്തത്തിൽ ഇതിനെ ഫ്രെയിം ചെയ്യുന്നത് സെബിയാണ്. ഈ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഫ്രെയിം വർക്ക് ടു ഫോസ്റ്റർ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ സെക്യൂരിറ്റി മാർക്കറ്റ്, ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോളിസി മേക്ക് ചെയ്യുന്നത് ആരാണ്? സെബിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫങ്ഷൻസ് ഓഫ് സെബിയാണ്. 3 ഫങ്ഷൻസ് ആണുള്ളത്: പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, റെഗുലേറ്ററി ഫങ്ഷൻ ആൻഡ് ഡെവലപ്മെന്റൽ ഫങ്ഷൻ. അതിൽ ആദ്യത്തെ ഫങ്ഷനാണ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ. ദ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ഇംപ്ലൈസ് ദ റോൾ ഓഫ് സെബി പ്ലേസ് ഇൻ ദ പ്രൊട്ടക്റ്റീവ് ദ ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ഓൾസോ ദാറ്റ് ഓഫ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പൻറ്റ്. ദ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ആദ്യത്തേതെന്ന് പറയുന്നതാണ് പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു സെക്യൂരിറ്റി ഷെയർ അല്ലെങ്കിൽ ഒരു ഷെയർ വിൽക്കാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ആ ഷെയർ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിലാണ് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എന്തുവാണ് ഈ പറയുന്ന പോലെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ആ കമ്പനി തന്നെ പോയി ചെന്ന് ആ സാധനം വാങ്ങിക്കാൻ പാടില്ല. അതാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർ തന്നെ ഇതിൻ്റെ വില ഭാവിയിൽ കൂടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അകത്ത് നിന്ന് ആൾ തന്നെ പുറത്തുനിന്ന് ഈ ഷെയർ വാങ്ങിക്കാനായിട്ട് പാടില്ല. അതിനെന്ത് ചെയ്യുക? പ്രൊഹിബിറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. പ്രൊട്ടക്റ്റീവ് ഫങ്ഷനകത്ത് വരുന്നതാണ് പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. രണ്ടാമത് വെരിഫൈ പ്രൈസ് മാനിപ്പുലേഷൻ. അടുത്ത് പറയുന്നതാണ് പ്രൈസ് മാനിപ്പുലേഷൻ. ഈ സ്ഥിരമായിട്ട് കൂട്ടുക, കുറയ്ക്കുക, അല്ലെങ്കിൽ പൈസ ഇപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ പ്രൈസ് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മിസ്ലീഡിങ് വരുത്തുന്ന വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അല്ലാതെ ചെയ്യുന്നുണ്ട്. ഇത് സെബി കൂടുതലും അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇൻവെസ്റ്റേഴ്സിന് മനഃപൂർവ്വം നഷ്ടം വരുത്താനായിട്ട് ആര് സമ്മതിക്കില്ല? സെബി സമ്മതിക്കത്തില്ല. അതിൽ സെബി നല്ല നടപടി എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. സെബി എല്ലാ സെക്യൂരിറ്റീസിനെയും നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഈ പ്രൊട്ടക്റ്റീവ് ഫങ്ഷനിൽ ആദ്യം പറഞ്ഞാണ് ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ് പ്രൈസ് മാനിപ്പുലേഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഫെയർ പ്രാക്ടീസസിനെ എൻകറേജ് ചെയ്യുക. പിന്നെ പ്രൊവൈഡർ ഓഫ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് സെമിനാർസും മറ്റു കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ വെബിനാർസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? സെബി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനിടയിൽ ഒരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റേഴ്സിനിടയിലും പബ്ലിക്കിനിടയിലും ഈ സെക്യൂരിറ്റീസിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ സെബി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫങ്ഷനാണ് റെഗുലേറ്ററി ഫങ്ഷൻ. റെഗുലേറ്ററി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി
ഉള്ള ഫെയർ പ്രാക്ടീസസ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് സെറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതാണ് ഈ റെഗുലേറ്ററി ഫങ്ഷൻ എന്നുകൊണ്ട് പറയുന്നത്. ഫിനാൻഷ്യൽ കമ്പനീസും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഇടയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ സെബിയാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സെബിയാണ് ഇവർക്കിടയിലുള്ള റൂൾസ്, എങ്ങനെയൊക്കെ അവർ പ്രവർത്തിക്കണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർക്ക് ലീഗലി ചെയ്യാൻ പറ്റുന്നത്, ഫെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? സെബിയാണ്. അതാണ് ഈ റെഗുലേറ്ററി ഫങ്ഷനകത്ത് മൊത്തത്തിൽ പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഡെവലപ്മെന്റൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്മെന്റ് ഫങ്ഷനകത്താണ് ഇതൊക്കെ എന്തുവാണ് ഈ എഡ്യൂക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കൊടുക്കുക, പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക ഇൻവെസ്റ്റേഴ്സിനിടയിലും, പിന്നെ സെക്യൂരിറ്റി മാർക്കറ്റിൽ വരുന്ന മിഡിൽമെൻസിനും, അതുപോലെ തന്നെ ആർക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഷെയർ മാർക്കറ്റ്, ഇപ്പോൾ സെക്യൂരിറ്റി ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും എന്താണ് ഒരു അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് ഇൻവെസ്റ്ററിൻ്റെ ഡ്യൂട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടൊരു കണ്ടക്ട് എന്താണ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താണ്, ഫെയർ പ്രാക്ടീസസ് എന്താണ്, അൺഫെയർ പ്രാക്ടീസസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സെബിയുടെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ രീതി എന്ന് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രോപ്പറായിട്ടൊരു കണ്ടക്ട് അവർക്കുണ്ടായിരിക്കും. ഇപ്പോൾ സ്കൂളിൽ ചെന്നിട്ടായിരുന്നാലും കോളേജിൽ ചെന്നിട്ടായിരുന്നാലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോപ്പർ ചാനലിലൂടെയാണ് ഇവർ അവയർനെസ്സസ്, ഇങ്ങനെയുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഇവരുടെ ഒരു ഡെവലപ്മെന്റൽ ഫങ്ഷനായിട്ട് നമുക്ക് പറയാം.